1.53 മില്യൺ, അതും വെറും 15 ദിവസത്തിനുള്ളിൽ. ഇൻഡസ്ട്രികളെ വിറപ്പിച്ച് ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ ആ റെക്കോർഡും തൂക്കിയിരിക്കുകയാണ്. അപ്ഡേറ്റിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിൽ എന്ന നേട്ടത്തിലേക്ക് എത്തുന്നതായിരിക്കും. ഇന്ത്യൻ സിനിമാ ലോകം കണ്ട ഏറ്റവും വലിയ വയലൻസ് ചിത്രമാണ് മാർക്കോ. ടൈറ്റിൽ കഥാപാത്രമായി ഉണ്ണി മുകുന്ദൻ നിറഞ്ഞാടിയ ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്നും വൻ വരവേൽപ്പാണ് ലഭിച്ചത്. ചിത്രം റിലീസ് ചെയ്ത് 15 ദിവസങ്ങൾ പിന്നിടുമ്പോൾ മലയാളം ഉൾപ്പെടെയുള്ള ഇൻഡസ്ട്രികളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കോ. ബോക്സ് ഓഫീസിലടക്കം മാർക്കോ മിന്നും പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളം, ഹിന്ദി, തെലുങ്ക്, തമിഴ് ഭാഷകളിൽ പ്രദർശനം തുടരുന്ന മാർക്കോ ഇപ്പോഴത്തെ പുത്തൻ റെക്കോർഡും ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോയിലാണ് മാർക്കോ പുത്തൻ ചരിത്രം കുറിച്ചിരിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ 1.53 മില്യൺ ടിക്കറ്റുകളാണ് മാർക്കോയുടേതായി വിറ്റഴിച്ചിരിക്കുന്നത് ബുക്ക് മൈ ഷോയിലൂടെ. 2024 റിലീസ് ചെയ്ത മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റഴിച്ച ചിത്രങ്ങളിൽ 7ാം സ്ഥാനത്താണ് ഇപ്പോൾ മാർക്കോ ഉള്ളത്. ചിത്രത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് 4.32 മില്യൺ, ആവേശം 3.2 മില്യൺ, ആടുജീവിതം 2.92 മില്യൺ, പ്രേമലു 2.44 മില്യൺ, അജയന്റെ രണ്ടാം മോഷണം 1.86 മില്യൺ, ഗുരുവായൂർ അമ്പലനടയിൽ 1.7 മില്യൺ എന്നീ സിനിമകളാണ് ബുക്ക് മൈ ഷോയിൽ മാർക്കോക്ക് മുമ്പിലുള്ളത്. കിഷ്കിണ്ട കാണ്ഡം 1.44 മില്യൺ, വർഷങ്ങൾക്ക് ശേഷം 1.43 മില്യൺ, ടെർബോ 1 മില്യൺ എന്നീ സിനിമകളാണ് 8ഉം 9ഉം 10ഉം സ്ഥാനങ്ങളിലുള്ളത്. ക്രിസ്മസ് റിലീസായിട്ടാണ് ഡിസംബർ 20 മാർക്കോ റിലീസായത്. ആദ്യ ഷോ മുതൽ തന്നെ മികച്ച പ്രകടനം നേടിയ ചിത്രം ബോളിവുഡിലടക്കം മികച്ച അഭിപ്രായവും മികച്ച കളക്ഷനുമാണ് നേടിവരുന്നത്. വൈകാതെ തന്നെ ചിത്രം തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം 100 കോടി ക്ലബിൽ എത്താൻ ഒരുങ്ങുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.